അസ്സലാമു അലൈക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് വിഷു അല്ലേ? ഇന്ന് മലയാളികളെ വിഷുവാണ്. എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളെ വീട്ടിലാണെങ്കിൽ ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ വാങ്ങിച്ചൊന്നുമില്ല. അടുത്തുള്ള വീട്ടിൽ അയൽവാസികളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇറച്ചി. എല്ലാവരും ആഘോഷിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പക്ഷഭേദമൊന്നുമില്ല. എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലും വളരെ സ്നേഹത്തിലും ആൾക്കാർ ഇന്നതൊന്നുമില്ല. കൊറോണ വന്നപ്പോഴായാലും വെള്ളപ്പൊക്കം വന്നപ്പോഴായാലും എല്ലാം നല്ല ഇതാണ്. സുനാമി വന്നപ്പോഴായാലും ജാതിമത ഭേദമന്യേ എല്ലാവരും നല്ല സ്നേഹം എല്ലാം ആണ്. ഈ വിഷു എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ആഘോഷം. ഈ വിഷുവിന് മദ്യം കൂടുതൽ വിൽക്കണതാണ് ഏറ്റവും വലിയ ഇത് അല്ലേ? സർക്കാരിന് അതാണ് നല്ലത്. എത്ര വീട് നശിച്ച് നാറാണക്കല്ല് വെച്ച് മക്കൾക്ക് അച്ഛന്മാരില്ലാണ്ടാണ്, അമ്മമാരില്ലാണ്. എത്ര മക്കൾ അനാദികളാകണം ഈ ഒരു മദ്യം കാരണം. ഈ മദ്യം കാരണം എത്രയോ തള്ളാർ കുടിച്ച് വഴക്കുണ്ടാക്കിയിട്ട് തള്ളാർ കുടിച്ചിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ. വെട്ടുക, അടിക്കുക, കുത്തുക, പെരവെക്ക് തീ വെക്കുക, എല്ലാ സ്വഭാവം. ഈ മയക്കുമരുന്നും കള്ളും കഞ്ചാവൊക്കെ ഈ സർക്കാരിന് നിർത്തലാക്കിക്കൂടെ? അല്ല, ഞാൻ മുഖ്യമന്ത്രിമാരോട് പറയുകയാണ്, പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് എല്ലാ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ചെയ്യേണ്ടത് വലിയ കാർഡ്, അതായത് APLകാർക്ക് കൊടുക്കുക. വരുമാനം അനുസരിച്ചിട്ട് കൊടുക്കണോ? ചെറിയ കാർഡുകാർക്ക് കൊടുക്കല്ലേ, BPL കാർഡ് കൊടുക്കരുത്. ഈ റേഷൻ കാർഡിൻ്റെ കോപ്പി കൊണ്ടുവരാൻ പറയണം. റേഷൻ്റെ കാർഡ് കോപ്പി കൊടുത്തിട്ട് അവർക്ക് വേണം ഈ മദ്യം വിൽക്കാൻ. അത് പള്ളിയും പട്ടവും സ്കൂളുള്ളടത്തല്ല വെക്കുക. ഒന്നാമത് വയസ്സ് കൂടുതലായവർക്ക് ഇത് കൊടുക്കരുത്. 50 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കുക. 50 വയസ്സ് മേളിലുള്ളവർക്ക് കൊടുക്കണമെന്തിനാണ്? എന്നാൽ പോട്ടെ, 60 വയസ്സ് താഴെയുള്ള മേളിലുള്ളവർക്ക് കൊടുക്കണമെന്തിനത്? എന്തെല്ലാം നാശങ്ങളുണ്ടാകണത് ഓരോ വീട്ടിൽ. എന്തിനെങ്ങനെ ഇതിനൊക്കെ നിൽക്കണത് നിങ്ങൾ? കോടികൾ വിറ്റിട്ട് സർക്കാരിന് ഉണ്ടാക്കണം അല്ലേ? എത്ര കുടുംബങ്ങൾ അനാദിയാണ്. എത്ര മക്കൾക്ക് തള്ളാരില്ലാണ്ടാണ്. എത്ര കുടുംബം അലങ്കോലപ്പെടുന്നത് ഈ ഒരു മദ്യം എന്ന് പറഞ്ഞ സാധനം വിറ്റിട്ട്. ഈ ഒരു മദ്യം എന്ന് പറഞ്ഞ സാധനം വിറ്റിട്ടേ ലഹരി മരുന്ന് ഇതിനൊക്കെ ഒത്തുകളി. ഇതില്ലാതാക്കരുതോ? എന്നാൽ പോയിട്ട് വരുമാനം കൂടിയതിനനുസരിച്ച് കൊടുക്കുക. ഇതൊന്നും ചെയ്യത്തില്ല, നാശകോശമാകും ഓരോ കുടുംബങ്ങൾ. അത് ഇതാണ്ട് വായൽ ചെന്നാൽ എന്താ ചീത്ത വിളിയും തെറി വിളിയും. അയൽവക്കക്കാരൊന്നുമില്ല, വരുന്നില്ല അങ്ങ് തോന്നി മാസം പറയുക. ഇതാ ചെയ്യുന്ന ആണുങ്ങൾ വലിയ ആൾ. സർക്കാരിനെ കുറ്റം പറഞ്ഞാൽ മതി. സർക്കാരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആണിക്കല്ല് കേട്ടോ. അസ്സലാമു അലൈക്കും.